2025 മാർച്ച് 24-ന് തിരുവനന്തപുരത്തെ ചാക്കയിൽ റെയിൽവേ ട്രാക്കിന് സമീപം മരിച്ച നിലയിൽ ഇന്റലിജൻസ് ബ്യൂറോ ഉദ്യോഗസ്ഥയായ 24-കാരിയായ എം മേഘയെ കണ്ടെത്തി. തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ഇമിഗ്രേഷൻ വിഭാഗത്തിൽ ജോലി ചെയ്തിരുന്ന മേഘ സംഭവത്തിനു മുമ്പ് രാത്രി ഷിഫ്റ്റ് പൂർത്തിയാക്കിയിരുന്നു. ആത്മഹത്യയാണെന്ന് സംശയിക്കുന്നതിനാൽ ട്രാക്കിലേക്ക് കയറുന്നതിനു മുമ്പ് മേഘ ഫോണിൽ സംസാരിക്കുന്നത് കണ്ടതായി ട്രെയിനിന്റെ ലോക്കോ പൈലറ്റ് റിപ്പോർട്ട് ചെയ്തതായി അധികൃതർ ശ്രദ്ധിച്ചു. മരണത്തിന് തൊട്ടുമുമ്പ് മലപ്പുറത്തുനിന്നുള്ള സഹ IB ഉദ്യോഗസ്ഥനായ സുകാന്ത് സുഗേഷുമായി അവർ ഒരു കോളിൽ സംസാരിച്ചിരുന്നുവെന്ന് അന്വേഷണത്തിൽ വ്യക്തമായി. സുഗേഷിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയതിനാൽ അദ്ദേഹത്തെ ഇപ്പോൾ കണ്ടെത്താനായില്ല. മേഘയുടെ കുടുംബം ആത്മഹത്യ ആരോപണത്തെ എതിർക്കുന്നു. വീട്ടിലേക്കുള്ള വഴി റെയിൽവേ ട്രാക്കുകൾ ഉൾപ്പെട്ടതില്ലെന്ന് മേഘയുടെ അച്ഛൻ ഊന്നിപ്പറയുന്നു. വിരമിച്ച അധ്യാപകനായ മേഘയുടെ പിതാവ് മധുസൂദനൻ IBയിലും ലോക്കൽ പോലീസിലും പരാതി നൽകിയിട്ടുണ്ട്. ഇതിൽ ക്രമക്കേട് ആരോപിക്കുകയും സമഗ്രമായ അന്വേഷണം ആവശ്യപ്പെടുകയും ചെയ്യുന്നു. മേഘയും സുഗേഷും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളും അദ്ദേഹം എടുത്തുകാണിച്ചു. മേഘ സുഗേഷിന് വളരെയധികം തുകകൾ കൈമാറിയെന്നും പിതാവ് പോലീസിനോട് പറഞ്ഞു. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം മേഘ പലപ്പോഴും ഭക്ഷണം ഒഴിവാക്കാറുണ്ടായിരുന്നുവെന്നും ഈ കൈമാറ്റങ്ങളാണ് അവളുടെ ബുദ്ധിമുട്ടുകൾ എന്ന് സഹപ്രവർത്തകർ ചൂണ്ടിക്കാട്ടി. ഫോറൻസിക് തെളിവുകൾക്കായി മേഘയുടെ കേടായ മൊബൈൽ ഫോൺ പോലീസ് വിശകലനം ചെയ്യുകയും സുഗേഷുമായുള്ള ബന്ധത്തിന്റെ സ്വഭാവം മനസ്സിലാക്കാൻ അവരുടെ സാമ്പത്തിക രേഖകൾ പരിശോധിക്കുകയും ചെയ്യുന്നു. അന്വേഷണം തുടരുന്നതിനിടെ മേഘയുടെ കുടുംബം മകളുടെ അകാല മരണത്തിന്റെ സാഹചര്യങ്ങളെക്കുറിച്ച് വ്യക്തതയും നീതിയും തേടുന്നു.